പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ്. ഈ പ്രകടനവും ധർണയും നിരോധിച്ചതിലടക്കം കനത്ത പ്രതിഷേധമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ചുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആണ് മാർച്ച് ആരംഭിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് തന്നെയുണ്ട്. പാർലമെന്റ് കവാടത്തിലുള്ള പ്രതിഷേധത്തിനടക്കം സ്പീക്കർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേസൊക്കെ എടുത്തോട്ടെന്നേ. കേസ് ഞാൻ ആയിരക്കണക്കിന് കേസ് എടുത്തോട്ടെ. ഇപ്പം തന്നെ 27 കേസുണ്ട്. കേസ് എടുത്ത് പേടിപ്പിക്കാനോ? വർഷ ഗൈക്വാദിന്റെ പരാതിയിൽ കേസ് എടുത്തോ? രണ്ട് നീതിയാണോ? രാഹുൽ ഗാന്ധിയെ കേസ് കാണിച്ചിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല എന്ന് ആർക്കറിയാം. അംബേദ്കറെ അപമാനിച്ചതിന് ചോദ്യം ചെയ്ത കേസാണെങ്കിൽ ആ കേസ് ഇരു കൈ നീട്ടി സ്വീകരിക്കും. അംബേദ്കറെ അപമാനിച്ചതിനായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭം തുടരും. And nobody has taken any action against that. Thank you. Please. ശരത്ലാലുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, ഇന്നലെ നമ്മൾ വലിയ നാടകീയ രംഗങ്ങളൊക്കെ കണ്ടതാണ്. വലിയ പ്രതിഷേധം. ഇന്നും സമാനമായ സാഹചര്യം തന്നെയാണോ? അതെ, അതിന് സമാനമായ സാഹചര്യമാണ്. എന്നാൽ പാർലമെന്റ് പ്രതിഷേധ പ്രകടനങ്ങൾ അനുവദിക്കില്ല എന്ന സ്പീക്കർ കർക്കശ നിർദ്ദേശം നൽകിയത് കൊണ്ടാണ് വിജയ് ചൌക്കിൽ നിന്ന് പ്രതിഷേധ പ്രകടനമായി തടയുന്നവരെ മാർച്ച് നടത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചത്. കോൺഗ്രസ് അധ്യക്ഷ കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. 190ഓളം എംപിമാർ, പ്രതിപക്ഷ എംപിമാർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള സമാജ്വാദി മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങളും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. തൊട്ടുമുമ്പ് തന്നെ AC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് താങ്കളെ ഒരു കാരണവശാലും ഏർപ്പെടുത്താൻ പറ്റില്ല, കേസ് ഒരു പ്രശ്നവുമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ എത്ര കേസുകളുണ്ട്, കേസ് എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി നിശബ്ദനാക്കാൻ പറ്റില്ല എന്നതാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്. ഇന്നലെ ഖാർഗെ പറഞ്ഞ മാതിരി ഈ അംബേദ്കർ വിവാദത്തിൽ അമിത്ഷായുടെ പരാമർശത്തിൽ അത് പാർലമെന്റിനെ പുറത്തേക്ക് കോൺഗ്രസ് വ്യാപിപ്പിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതിന്റെ ആദ്യപടിയാണ് കർഗെ ചൌക്കിൽ പാർലമെന്റ് തൊട്ട മുമ്പിൽ വിജയ് ചൌക്കിൽ നിന്ന് പാർലമെന്റിലുള്ള പ്രതിപക്ഷ മാർച്ച്. പ്രതിപക്ഷത്തിന് വായ മൂടിക്കെട്ടാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്നു എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധി ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തോടുകൂടി അമിത്ഷാന്റെ പരാമർശത്തിലെ മാർച്ച് നടത്തുന്നത് കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൽ 198ഓളമുള്ള പ്രതിപക്ഷ എംപിമാർ മുഴുവൻ തന്നെ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന് ഇന്നലെ വിപ്പ് നൽകിയിരുന്നു. കോൺഗ്രസിലെ എല്ലാ എംപിമാരും പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിപ്പ് നൽകിയിരുന്നു. ആ വിപ്പ് അനുസരിച്ചിട്ട് പാർലമെന്റിന് പുറത്തും ആ വിപ്പ് ബാധകമാണ് എന്നൊരു പരാമർശമുണ്ടായിരുന്നു. അതും കൂടി കണക്കിലെടുത്ത മുഴുവൻ കോൺഗ്രസ് എംപിമാരും അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ തൃണമൂൽ എംപിമാരും പൂർണ്ണ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. വിജയ് ചൌക്കിൽ നിന്ന് പ്രകടനം 10:50 തിരിച്ച് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതുവരെ വിജയ് ചൌക്കിൽ പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷ അംഗങ്ങൾ. ആതിര, എന്നാലും വലിയ പ്രതിഷേധത്തിനാണ് ഇന്നും സാക്ഷ്യം വഹിക്കുന്നത്. കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെ എന്നുള്ളതാണ്. ശരത്ത് സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരായ കേസൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ, ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് മുന്നോട്ട് തന്നെ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ശീതകാല സമ്മേളനം അവസാനിക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലും കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് വരികയാണല്ലേ? അത് തന്നെ ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി കോൺഗ്രസ് തന്നെ നേതൃത്വം നൽകുകൊണ്ടുള്ള ഒരു മാർച്ചാണ് നടത്തുന്നത്. ഇന്നത്തെ മാർച്ചിന്റെ പ്രത്യേകത പ്രിയങ്ക മുതൽ കനിമൊഴി വരെയുള്ള എല്ലാ വനിതാ എംപിമാരെയും മുന്നിൽ അണിനിരത്തിയാണ് മാർച്ച്. അതായത് മാർച്ച് CSF, ഇപ്പോൾ പാർലമെന്റ് സുരക്ഷാ ചുമതല CSFനാണ്. CSF തടയുകയാണ്, വനിതാ പാർലമെന്റ് അംഗങ്ങളെ വെച്ച് തടയുക എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷം ഇപ്പോൾ തന്ത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലും കനിമൊഴിയുടെ നേതൃത്വത്തിലും ഇപ്പോൾ വനിതാ അംഗങ്ങളാണ് മുൻനിരയിൽ നിന്ന് പ്രതിഷേധിക്കുന്നത്. മുദ്രാവാക്യം വിളിച്ചു കൊടുക്കാൻ പ്രിയങ്കയും ഇറങ്ങുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും പ്രതിപക്ഷത്തിന്
ഒരു വർദ്ധിച്ച ഒരു ആവേശം ലഭിച്ചിരിക്കുകയാണ്. അംബേദ്കർ പരാമർശം, അമിത്ഷായുടെ അംബേദ്കർ പരാമർശം പ്രതിപക്ഷത്തിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു. അദാനി വിഷയത്തിൽ ഭിന്നത ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തെ ഇപ്പോൾ അംബേദ്കർ പരാമർശം പുതിയ ഊർജ്ജം നൽകിയിരിക്കുകയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്നത്. സമാജ്വാദി പാർട്ടിയും അതേപോലെ DMKയും അത് സംസ്ഥാന തലത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. DMK കഴിഞ്ഞ ദിവസം സംസ്ഥാന തലത്തിൽ തന്നെ തമിഴ്നാട്ടിലുടനീളം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. സമാജ്വാദി പാർട്ടിയും ഇതേ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ UP-യിലുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആതിര. ശരി ശരത്ത്, ഇപ്പോൾ ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, നമ്മൾ ഇന്നലെ കണ്ടതിനേക്കാൾ അതിശക്തമായ പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. എന്നിപ്പോൾ ഈ പാർലമെന്റ് കവാടത്തിലുള്ള പ്രതിഷേധത്തിനൊക്കെ സ്പീക്കർ ഈ പറയുന്നത് പോലെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധമാണിന്ന് നമ്മൾ കാണുന്നത്. ഇപ്പോൾ മാർച്ച് അടക്കം വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിര തീർച്ചയായും വലിയ പ്രതിഷേധത്തിനാണ് ഇന്ത്യ സഖ്യം തയ്യാറെടുക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സമരം, അതിനുശേഷമുണ്ടായ പ്രതിഷേധങ്ങൾ, ഇന്നലെ ഉണ്ടായ വലിയ സംഭവവികാസങ്ങൾ, എംപിമാർക്ക് നേരെ കയ്യേറ്റം അല്ലെങ്കിൽ തിരിച്ചുമുള്ള പ്രതിരോധം, ആ രൂപത്തിലൊക്കെ അതിൻ്റെയൊക്കെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്നിപ്പോൾ. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് സ്പീക്കർ ഓം ബിർള ഇന്ന് പാർലമെൻറ്റിന് പുറത്ത് ഒരു കാരണവശാലും പ്രതിഷേധങ്ങൾ പാടില്ല, അല്ലെങ്കിൽ ഈ ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധങ്ങൾ പാടില്ല എന്ന നിർദ്ദേശം അല്ലെങ്കിൽ ഉത്തരവിറക്കിയത്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ 10 മണി മുതൽ വിജയ് ചൗക്കിൽ നിന്നും പ്രതിഷേധ പ്രകടനം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ സഖ്യകക്ഷികളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് അംബേദ്കർ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് അദാനിക്കെതിരെ അമേരിക്കയിലുണ്ടായ ആ കേസ് പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം പലതവണ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ മറുപടി പറയാനോ അക്കാര്യവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനോ BJP സർക്കാർ തയ്യാറായില്ല. അതിനെ തുടർന്നാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയത്. അവിടെ നിന്നാണ് അമിത്ഷായുടെ പ്രസംഗം വരുന്നത്. അമിത്ഷാ അത് ഭരണഘടനയെയും അല്ലെങ്കിൽ അംബേദ്കറിനെയും ഏറ്റുപിടിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രസംഗം വരുന്നത്. ആ പ്രസംഗത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴുള്ള പ്രതിഷേധം. അംബേദ്കറുമായി ബന്ധപ്പെട്ട് അമിത്ഷാ നടത്തിയ വിവാദ പ്രസംഗം അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു. ഇന്നലെ അത് വലിയ പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്നു. അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ BJP എംപിമാർ കൂടി രംഗത്ത് വന്നുകൂടിയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഡൽഹിയിൽ പ്രത്യേകിച്ചും പാർലമെന്റിൽ വിജയ് ചൗക്കിൽ ഇന്നലെ പാർലമെന്റിന് മുന്നിലും പാർലമെന്റിനകത്തൊക്കെ വലിയ പ്രതിഷേധമുണ്ടായി. ഇന്നിപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വലിയ പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പാർട്ടികളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ സഖ്യം ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തെ ആര് മുന്നോട്ട് നയിക്കണം എന്ന രൂപത്തിലൊക്കെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. കോൺഗ്രസിന് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല എന്ന രൂപത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും വലിയ രൂപത്തിൽ ഇന്ത്യ സഖ്യം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും DMKയും ഇടതു പാർട്ടികളും ഒക്കെ നയിക്കുന്ന രൂപത്തിലേക്ക് ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിലേക്ക്, BJP സർക്കാരിനെതിരായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അത് അമിത്ഷായുടെ ഒരു പ്രസംഗമാണ് അതിലേക്ക് കൊണ്ടുവരുന്നത്. അത് അംബേദ്കറിനെ പരാമർശിച്ചുകൊണ്ട്, ഭരണഘടനയെ പരാമർശിച്ചുകൊണ്ട് കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ, നെഹ്റുവിനെ കടന്നാക്രമിക്കാൻ അമിത്ഷാ നടത്തിയ നീക്കമാണ് ഇപ്പോൾ ഈ രൂപത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ പാർലമെന്റ് ചരിത്രത്തിൽ ഈ കഴിഞ്ഞ ഒരു 15 വർഷക്കാലത്തിനിടയിൽ പാർലമെന്റ് ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത് ആദ്യമായിരിക്കും. അവർക്ക് ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഇതിൽ കൈവന്നിട്ടുള്ളത്. അമിത്ഷാ നടത്തിയ പരാമർശം